ഇക്കാര്യത്തിൽ എടുത്തുചാടിയൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. അവന്റെ 1 കോടിയാണ് നിന്റെ കയ്യിലുള്ളത്. അത് ചോദിക്കാൻ അവൻ വന്നേ പറ്റൂ. വരുമ്പോഴോ പണം കൊടുത്തു വിടണം? കൊടുത്തുവിടണം, പക്ഷെ പണവുമായി എസ്റ്റേറ്റിൽ അവൻ എത്താൻ പാടില്ല. ഓ എന്ന് മഹർഷി സാറിനോട് ഞാനൊന്നും ഒളിച്ചു വെക്കുന്നില്ല. ഞാനും പരമവും വളരെ അടുത്ത് കഴിഞ്ഞവരാണ്, വളരെ അടുത്ത്. അത്ര പെട്ടെന്ന് പൊട്ടിച്ചെറിയാൻ കഴിയാത്ത പല പഴയ കടപ്പാടുകളുമുണ്ട്. പക്ഷേ ഇന്നെന്റെ ഏറ്റവും വലിയ ശത്രു അവനാണ്. സാറേ, എന്റെ കയ്യിൽ പണമുണ്ടെന്നേ ഉള്ളൂ. മനസമാധാനത്തോടെ ഒരു രാത്രി ഉറങ്ങിയിട്ട് നാളുകൾ എത്രയായെന്ന് അറിയാമോ? അവൻ മരിക്കണം, അല്ലെങ്കിൽ അതെന്റെ നാശമായിരിക്കും. തനിക്കറിയാമോ, ആ മൈക്ക് ഫോഴ്സൺ എന്റെ സുഹൃത്താണ്. ആ സായിപ്പ് സാറിന്റെ? ഓ ഗോഡ്, എങ്കിൽ സംഗതികളെല്ലാം എളുപ്പമായി. എനിക്കൊരു പെഗോടെ അടിക്കണം. അയ്യോ, മതി മതി മതി. താൻ ഇന്ന് വളരെ കൂടുതൽ കുടിച്ചു. കൺഫ്യൂഷ്യസ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ബോധം മറയുന്നവരെ ആകരുതെന്ന്. ഏത് കൺഫ്യൂഷൻസാ മഹർഷി സാറേ? കാവിൽ ജോണിയുടെ കപ്പാസിറ്റിയെ കുറിച്ച് അയാൾക്ക് എന്തറിയാം? ഒരൊറ്റ ഭരണി ചാരായമായിരുന്നു എന്റെ മുത്തപ്പൻ. അതാണ് കാവിൽ ലോനയുടെ ബേസിക് സ്റ്റാൻഡേർഡ്. സാറ് പറഞ്ഞത് നേരാ, കുറെ കൂടുതൽ കുടിച്ചു. ഇവൻ മദ്യമാണെന്ന് വിചാരിച്ചാൽ ഇനി ഇറങ്ങത്തില്ല. അതുകൊണ്ട് ഇവൻ മദ്യമല്ല, രക്തമാണ്. പരമോന്റെ രക്തം. നിന്നോട് അവൻ ഒന്നും പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞതൊക്കെ തന്നെയാ എന്നോടും പറഞ്ഞത്. എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു. നാട്ടിൽ പരമോന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? അങ്ങനെ പറയത്തക്ക കൂട്ടുകാരുമില്ല. വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ വന്നോണ്ടിരുന്നത്. അധികകാലം തങ്ങാറില്ലായിരുന്നു. ആ പെട്ടി നിന്റെ വീട്ടിൽ ഏൽപ്പിക്കുന്നല്ലേ പറഞ്ഞത്? അതെ. ആരെ ഏൽപ്പിക്കും? അച്ഛനെ. ഏൽപ്പിച്ചിട്ടില്ലെങ്കിലോ? ഞാൻ പോയി അന്വേഷിക്കാം സാർ. വേണ്ട, നിന്നെ ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. നിന്റെ നാട്ടിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, മഹർഷി മാത്യൂസ്. ഒന്ന് ഫോൺ ചെയ്താൽ മതി, 1 മണിക്കൂറിനകം അയാൾ വിവരം പറയും. കൂടുതൽ ആൾക്കാർ അറിയണ്ടെന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. But today is the 10th day. ഹലോ, അതെ, ആരാ സംസാരിക്കുന്നത്? 1 സെക്കൻഡ്, വിളിക്കാം. സാറേ, സായിപ്പ്. ഹലോ, മഹർഷിയല്ലേ? ആ, ഇത് ഞാനാ, മക്ഫേഴ്സൺ. ഓഫ് കോഴ്സ്, ആഫ്റ്റർ എ വെരി ലോങ് പീരീഡ്. അതെനിക്കറിയാം. ഈ നാട്ടിലോ? ഐ സീ. എനിവേ, ഇറ്റ്സ് വെരി ഫണ്ണി. ഒരു മിനിറ്റ്, ഞാനൊന്ന് എഴുതിയെടുത്തോട്ടെ. പേരെന്താ? ഹൈമി. നിയർ മാർക്കറ്റ്. ഓക്കെ, 2 മണിക്കൂറിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. അവളെ വിടരുത്. ഡോണ്ട് വറി മാക്, ഐ വിൽ ഡു മൈ ബെസ്റ്റ് ഫോർ യു. ഓക്കെ? എന്താ സാറേ, അവനവിടെ എത്തിയില്ലേ? എത്തി, പക്ഷെ കടന്നു കളഞ്ഞു. മക്ഫോഴ്സൺ ഹൈമിയെ ചോദ്യം ചെയ്തു. സ്മാർട്ട് ഗേൾ. അവൾ തന്നെ പറ്റിയില്ല. പണം അവളുടെ വീട്ടിലുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതെന്താ? അവള് ബുദ്ധിയുള്ളവളാണ്. പരമു ഏതായാലും പോയി. ഇനി തന്നെ കൂടെ പിണക്കണ്ടെന്ന് കരുതി കാണൂ. അഥവാ ഇനി പണം തന്റെ കയ്യിലാണെങ്കിൽ ഒരുവിധം അവക്കും ചോദിക്കാമല്ലോ. അവൻ ഗീതയും കൊണ്ട് കടന്നു കാണും. പരമു തീർച്ചയായും പണം ചോദിക്കാൻ എന്റെ അടുത്ത് വരും. ഇനി സാഹിബിനോട് എന്ത് പറയും? അവളുടെ വീട്ടിൽ പണം ഇല്ലെന്ന് പറഞ്ഞാലോ?
നമ്മൾ ഭൈമയുടെ വീട്ടിൽ പോകാതെ പോയി എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, മക്ഫോഴ്സൺ അത് വിശ്വസിക്കാതെ നേരിട്ട് വന്ന് അന്വേഷിച്ചാൽ നമ്മൾ എന്തോ ചെയ്യും? ഭൈമയ്ക്ക് 2 തല്ലു കൊടുക്കുമ്പോ ഭൈമി ചിലപ്പോ തന്റെ പേര് പറഞ്ഞെന്നിരിക്കും. അയാൾ തീർച്ചയായും നമ്മളെ സംശയിക്കും. ഈ അവസരത്തിൽ അയാൾ കൂടെ ശത്രുവാകുന്നത് നല്ലതല്ല. പിന്നെ എന്ത് ചെയ്യും? അവളുടെ അച്ഛനെ വിളിച്ചു നിർത്തി ചോദിക്കാം, ഇവിടെ പരമു ഒരു പെട്ടി കൊണ്ടുവന്നിരുന്നോ? ഭാഗ്യത്തിന് പരമു വന്നത് താനും ഞാനും ഗീതയും അല്ലാതെ ഒരു കുഞ്ഞു നാട്ടിൽ അറിഞ്ഞിട്ടില്ല. അത് കൊള്ളാം. എന്നാ നമുക്ക് ഇറങ്ങാൻ സാറേ, നേരം കളയണ്ട. സായിപ്പ് നമ്മുടെ ഫോണിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഹലോ, അതെ, എന്തായി? പെട്ടി എന്റെ വീട്ടിലുണ്ടായിരിക്കണേ. പെട്ടി വീട്ടിൽ കൊടുത്തിട്ടുണ്ടോ സാർ? പരമു നിന്റെ വീട്ടിൽ ചെന്നിട്ടില്ല, ആ നാട്ടിലേ ചെന്നിട്ടില്ല. എന്റെ ഭഗവാനെ, എന്തൊരു ചതിയാണിത്! ഭൈമി, നിന്നെ എനിക്ക് ഉപദ്രവിക്കണമെന്നില്ല. നീ പറഞ്ഞതൊക്കെ നമുക്ക് രണ്ടുപേർക്കും മറക്കാം. ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ മതി. പറയൂ, പരമ എവിടെ? എന്നോട് ഇനി എങ്ങനെ ചോദിക്കാതെ സാർ? നിന്നോടാ ചോദിച്ചത്, പരമ എവിടെയെന്ന്. പറയടി, ആരുടെ കയ്യിലാ പരമ വെട്ടി കൊടുത്തത്? ജോണി, ജോണിയുടെ കയ്യിൽ. കാവിൽ ജോണിയോ? അതെ, അയാളും പരവുമായിട്ട് എന്ത് ബന്ധം? കൂട്ടുകാരനാണ്. പണക്കാരനായ ജോണി ആ തെണ്ടിയുടെ കൂട്ടുകാരനാണല്ലേ? നീ പറയുന്ന എന്ത് നുണയും ഞാൻ വിശ്വസിക്കും നീ വിചാരിച്ചു? ലോക്ക് ദി ഡോർ. യെസ് സർ. ഒരു കാരണവശാലും ഞാൻ വരുന്നവരെ അവൾ രക്ഷപ്പെടരുത്. ആഹാരം എന്തെങ്കിലും കൊടുത്തേക്ക്. അവൾ ചാവാൻ പാടില്ല. പരമു വന്നാൽ എന്ത് ചെയ്യണം സാർ? കൊല്ലരുത്, രക്ഷപ്പെടുകയായിരുന്നു. മനസ്സിലായോ? ശരി, ഓക്കെ സാർ. ഓക്കെ. ആർക്ക് വേണ്ടിയാ ദേവിയോട് പ്രാർത്ഥിച്ചത്? പറയൂ, നമുക്ക് വേണ്ടിയാ? അത് വേറെ പാർട്ടിക്ക് വേണ്ടിയാ. അതേത് പാർട്ടിയാ? ഈ പാർട്ടിക്ക്. കാറിന് വേണ്ടിയോ? 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചാൽ 100 കിലോമീറ്റർ ഉടനെ, എഞ്ചിൻ പണിയൊന്നും വരുത്തരുതേ, കാശ് കടം പറയുന്ന ദരിദ്രവാസികളൊന്നും വന്ന് കയറരുതേ എന്നെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിലറിയണം ദേവിയുടെ എടുക്കും. പാവം ദേവി, ഇനി ഓട്ടോമൊബൈൽ മെക്കാനിസം കൂടെ പഠിക്കേണ്ടി വരുന്ന തോന്നുന്നേ. നല്ലത് വരുത്തുന്നതിന് പ്രാർത്ഥിച്ചൂടെ? അത് തന്നെയല്ലേ പ്രാർത്ഥിച്ചത്. 1 ലിറ്റർ കൊണ്ട് 100 കിലോമീറ്റർ ഓടിയാൽ നമ്മുടെ നല്ല കാലമല്ലേ കുഞ്ഞേ? അല്ലേ, നമ്മൾ ദേവിയോട് ഓരോന്ന് ചോദിച്ചാൽ മാത്രം പോരാ, അത് നടത്തി തരാനുള്ള മാർഗം കൂടെ പറഞ്ഞു കൊടുക്കണം. എന്റെ പൊന്നു മിസി, എന്നെ തട്ടിയിട്ടേ ചോടല്ലേ. മുമ്പിലും പുറവിലും തോക്കും കുറുവടിയുമായിട്ട് 2 പേരുണ്ട്. തട്ടിക്കളയാൻ മടിക്കുന്നവരല്ല. ആ വാതിലടയ്ക്ക്. എന്നെ ഒന്നും ചെയ്യല്ലേ. താനൊരാണല്ലേടോ, ഞാൻ എന്ത് ചെയ്യാനാ? വാതിലടയ്ക്ക്.
ഇതിനെല്ലാം കൂടി എന്ത് വില വരുമെന്നറിയാമോ? ഇല്ല. ചുരുങ്ങിയതൊരു 45,000 രൂപയെങ്കിലും വരും. ഇത് തനിക്കുള്ളതാ. ദേവി ഇതെന്നെ രക്ഷിക്കണം. എന്റെ പൊന്നു മെസ്സി, തല പോകുന്ന കാര്യമൊന്നും പറയല്ലേ. സായിപ്പ് എന്നെ കൊന്ന് കെട്ടിത്തൂക്കും. താൻ ഈ ജന്മം മുഴുവൻ വെച്ച് വിളമ്പിയാ കിട്ടുമോ? 45,000 രൂപ ഇതാ. എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കൂ. മുതലാളിയുടെ അകത്തുണ്ട്. എന്താടാ? ഒളിച്ചോടി പോയ ഭൈമി വന്നിട്ടുണ്ടെന്ന്. എവിടെ? അവളുടെ വീട്ടിൽ എന്തോ അസുഖം കൊണ്ടാ വന്നിരിക്കുന്നത്. ബോധം കെട്ട് കിടക്കുക. നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ അവളുടെ വീട്ടിൽ നിന്നാ വരുന്നത്. മുതലാളിയോടൊന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നീ വെക്കോ, ഞാനങ്ങ് വന്നേക്കാം. വേണ്ട വേണ്ട, എണീക്കണ്ട, കിടന്നോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഞങ്ങളെല്ലാം അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അതെ അതെ, ഞാൻ വന്ന് കാണുമ്പോൾ ആകെ വല്ലാത്തൊരു നിലയിലായിരുന്നു. എല്ലാരും ഒന്ന് വെളിയിലേക്ക് ഇറങ്ങണം. എനിക്ക് ജോണിയോട് അല്പം സംസാരിക്കാനുണ്ട്. തന്നോടും കൂടിയാ പറഞ്ഞത്. ആ കഥ കടച്ചേക്കൂ. എന്താ? പരമോണ്ണം വന്നിരുന്നോ? വല്ലത് ഏൽപ്പിച്ചോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഭൈമിയും പറയണ്ട. പരമ വന്നിരുന്നു. 1 കോടി രൂപ എന്നെ ഏൽപ്പിച്ചു. എന്റെ പരദേവതേ, ഞാനെല്ലാം അറിഞ്ഞു. ഭൈമി എങ്ങനെ രക്ഷപ്പെട്ടു പോന്നു? ഞാന് വേണ്ട, എല്ലാം വിശദമായി പിന്നെ പറയാം. സായിപ്പിനി ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല. അഥവാ വന്നാലും ഞാൻ നോക്കിക്കോളാം. പരമുവിന്റെ കാര്യമാണല്ലോ ഒരു പിടിയും കിട്ടാത്തത്. ഭൈമി അറിഞ്ഞോ? ഉണ്ണിത്താന്റെ മകൾ ഗീതയും കൊണ്ടാവും കടന്നു കളഞ്ഞത്. എവിടെ ചെന്നാലും അവന് ഗതി കിട്ടില്ല. തെണ്ടി. ഇനി രൂപയുടെ വീതം ചോദിക്കാൻ വരുമോ? ആര് കൊടുക്കാൻ? അത് മുഴുവൻ നമുക്ക് സമമായി ഭാഗിക്കാം. ഭാഗ്യത്തിന് എന്റെ ഈ തന്നതിനെ കുറിച്ച് സായിപ്പിന് യാതൊരു അറിവുമില്ല. ഞാൻ പോയിട്ട് വരാം. ഭൈമി ഏതായാലും 2-3 ദിവസത്തേക്ക് വിശ്രമിക്കും. ആരോടും അധികം സംസാരിക്കുകയും വേണ്ട. ഇടയ്ക്കാൻ വരാം. ഇതിരിക്കട്ടെ. പിന്നെ പണത്തിന് എന്താവശ്യമുണ്ടായാലും പറയാൻ മടിക്കരുത്. ഞാൻ വരട്ടെ. ഭൈമിയുടെ മുമ്പിൽ ഞാൻ വലിയൊരു കടക്കാരനാണ്. 50 ലക്ഷം രൂപയുടെ കടക്കാരൻ. ഞാൻ വരട്ടെ. അവിടെ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇത്രയും നല്ല സാധനം തരുന്നത്. ഞാൻ സാധാരണ ചാരായമാണ് കുടിക്കുന്നത്. ദേ ഇന്ന് മുതൽ ഞാൻ അവിടുത്തെ ദാസനാണ്. മെയിൻ റോഡിൽ ഞാൻ പണിയുന്ന ബിൽഡിങ്ങിന്റെ പീടിമുറികൾ സദാരാമൻ കണ്ടിട്ടുണ്ടോ? പിന്നെയല്ലയോ, ഒരു വൈദ്യശാല തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഒരു മുറി എനിക്ക് വാടകയ്ക്ക് തന്നൂടെ? വാടകയ്ക്കല്ല, തന്റെ പേരിൽ ഞാൻ തീരെ എഴുതരും. ഈ പറയുന്നത് സത്യമാണോ? പിന്നെ ഇത് ഉറക്ക ഗുളികളാണ്. 20 എണ്ണം. 20 മരച്ചു കലക്കി ഇന്ന് രാത്രി തന്നെ ഭൈമിക്ക് കൊടുക്കണം. ഒരിക്കലും ഉണരരുത്. സാധിക്കുമോ തനിക്ക്? നാളെ തന്നെ ആധാരം നടത്താം. അവിടുത്തെ ഉറക്കുകളുടെ ബലസിദ്ധി എനിക്ക് നിശ്ചയമില്ല. ചിലപ്പോ 2 ദിവസം കിടന്നുറങ്ങിയിട്ട് ചാടി എണീറ്റ് പോവും. പക്ഷേങ്കിൽ കട്ടായമായി ഫലം ചെയ്യുന്ന ഒരു മരുന്ന് എന്റെ വീട്ടിലിരിപ്പുണ്ട്. അതിൽ ഇച്ചിരി അങ്ങോട്ട് കൊടുത്താൽ ഒരാന പോലും ചരിഞ്ഞു പോകും. ആ, അതൊക്കെ സദാരാമന്റെ ഇഷ്ടം.
നാളെ നേരം വെളുക്കുമ്പോൾ ഭൈമിക്ക് ജീവനുണ്ടായിരുന്നു. കേസും പൊല്ലാപ്പൊന്നും ഇല്ലാതെ ഞാൻ നോക്കിക്കോ. ബ്രഹ്മാവയാണോ ആയത്തിന് ഭയം? എങ്കിൽ സമയം കളയണ്ട. വീട്ടിൽ ചെന്ന് മരുന്ന് എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് വയ്ക്കും. രാത്രി ഞാൻ അവിടെ എത്തിക്കോളാം. ഇപ്പൊ എങ്ങനെയുണ്ട്? അസുഖം പിന്നെയും കൂടി. അവൾ അകത്ത് ഉരുണ്ട് പറയുകയാണ്. വൈദ്യർ വന്നില്ലേ? വന്നു, അകത്തുണ്ട്. എന്തൊരു കാലക്കേടാണ്. ആ വൈദ്യരെ ഇങ്ങോട്ട് വിളിക്കും. തനിക്കാകാമെങ്കിൽ ഏറ്റാ മതിയായിരുന്നല്ലോ. സത്യം പറ, ഭൈമിക്ക് എന്താ അസുഖം? ഇനി പട്ടണത്തിൽ ഏതെങ്കിലും നല്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പറ. ഉടനെ എന്റെ വണ്ടിയിലേക്ക് ഏറ്റ്. ആര് വിചാരിച്ചാലും ഇനി രക്ഷയില്ല. ഹൃദയസ്തംഭനമാണ്. 5 മിനിറ്റ്. എന്റെ ഭൈമി, എങ്ങാനും പിടിക്കില്ല. ഞാൻ ശരിയാണ്. ജോണി മുതലാളി എന്റെ പുറകിലുള്ളപ്പോ എനിക്ക് എന്തോ പേടി. കാരണം എന്നാ, ജോണി മുതലാളിയാണ് എന്റെ പുറകെ വരുന്നത്. ആര് പറഞ്ഞിട്ടാ ഞാൻ ഭൈമേക്ക് വന്നത്? ജോണി മുതലാളി പറഞ്ഞിട്ട്. എന്തിനാണ് മുതലാളി ഭൈമേക്ക് വല്ലാൻ പറഞ്ഞു? അത് മാത്രം മുതലാളി എന്നോട് പറഞ്ഞില്ല. പക്ഷെ സാധാരണ ഇതെല്ലാം മനസ്സിലായി. എന്ന് വെച്ച് ഞാൻ ആരോടും അങ്ങനെ പറയത്തൊന്നുമില്ല. കണ്ട അണ്ടനും അടവോടിനും വേണ്ടി ഒരു ക്രൂരകൃത്യവും ഈ സാധാരണ ചെയ്യില്ല. പക്ഷെ മുതലാളിക്ക് വേണ്ടി എല്ലാം ചെയ്യും. എല്ലാ മുതലാളിക്ക് വേണ്ടി ഞാൻ എത്ര നാൾ വേണമെങ്കിലും മദ്രാസിൽ ഒളിച്ച് താമസിക്കും. തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് എന്റെ സുഭദ്രയെ കല്യാണം കഴിക്കണം. മുതലാളി, വല്ലതും വായിക്കണോ? വേണ്ട, ഇത്തിരി നേരത്തെ വരാമോ? വരാ. എന്താ സിനിമയ്ക്ക് വേണം? വേണ്ട, ഡോക്ടർ ഒന്ന് കാണണം. ഡോക്ടർ? എന്താ അസുഖം? അസുഖമൊന്നുമില്ല. അസുഖമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടറെ കാണുന്നത്? അസുഖം ഉണ്ടോ ഇല്ലെന്ന് ഡോക്ടർ തീരുമാനിക്കട്ടെ. നേരത്തെ വരൂ. ചേടാ, അസുഖം ഉണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്. അതെന്താ അസുഖമാണ്? വരട്ടെ. മന്ത്രി ലെവലിൽ വരെ നിന്നെ ആൾക്കാർ വന്ന് നീ എന്നെ ആവശ്യത്തിന് വിളിച്ചിട്ട്
എന്താ ഇത്? എന്തിനാ ഇയാളെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്റെ പൊന്നു മുതലാളി ഇയാളെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ മേലാതയക്കുക. ഒരു ദിവസത്തേക്കെന്നും പറഞ്ഞ് എന്റെ വാച്ച് മേടിച്ചോണ്ട് പോയതാ കഴിഞ്ഞ ആഴ്ച. ഇപ്പൊ ദേ വിറ്റ് തന്നേച്ച് വന്ന് നിൽക്കുന്നു. നിങ്ങൾ എന്തിനാ ഇയാൾക്ക് വാച്ച് കൊടുത്തത്? ഇയാളെന്താ പെണ്ണ് കെട്ടാൻ പോകുന്നു? ഇയാളുടെ ഭാര്യയുടെ അപ്പൻ അസുഖം കൂടുതലാ, അവിടെ പോകാനാണെന്നും പറഞ്ഞാ വാച്ച് ചോദിച്ചത്. ഒരു ദിവസത്തേക്കല്ലേ എന്ന് ഓർത്ത് ഞാൻ കൊടുക്കുകയും ചെയ്തു. ഒന്നെങ്കിൽ എന്റെ വാച്ച്, അല്ലെങ്കിൽ എന്റെ രൂപ, ഇല്ലെങ്കിൽ തന്നെ ഞാൻ കൊല്ലും. ആ വാക്കത്തെ ആടിട ഇടാൻ മാറിക്ക്. താൻ ആരുടെ കല്യാണം മുടക്കാനാ പോയത്? ഞാനൊരു കല്യാണം ആലോചിക്കാൻ പോയതാ. ആർക്കാ? ദാവത്താബീദിന് ഒരു ബന്ധു വീട്ടിൽ പോകാനാണെന്നും പറഞ്ഞ് അവനാ എന്റെ നിന്ന് വാച്ച് വാങ്ങിച്ചുകൊണ്ട് പോയത്. ഇതൊക്കെ താൻ ഇവരോട് പറഞ്ഞാ മതി. സത്യം പറ, താൻ ഏത് ഷാപ്പിലാ അത് പണയം വെച്ചത്? എന്റെ സ്വഭാവം തനിക്കറിയാമല്ലോ. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ പറഞ്ഞ സത്യമാണ്. കൈ കാശില്ലാഞ്ഞിട്ട് 10-30 മൈൽ നടന്ന് തല കറങ്ങി വീണപ്പോ ആ പരമുവാ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ചോറ് തന്നത്. പിന്നെ അവൻ വണ്ടിക്കൂലിയും തന്നു. അങ്ങനെയാ ഞാനിവിടെ വന്നത്. ഏതായാലും പോട്ടെ. ഇനിയിപ്പോ ഇയാളെ തല്ലിയിട്ട് എന്താ കാര്യം? വെറുതെ മഹാഭാവം വലിച്ചു വെക്കുന്ന എന്തിനാ? അഴിച്ചുവിട്ടേക്ക്. വാച്ചിന്റെ പൈസ ഞാൻ തരാം. ആശാൻ എന്തിനാ ഈ പന്ന പണിക്കൊക്കെ പോകുന്നേ? ആശാൻ ഈ ഒരൊറ്റ മുണ്ടേ ഉള്ളൂ. ഞാനൊരു പാവപ്പെട്ടവനല്ലേ കുഞ്ഞെ, അത്താഴ പട്ടിണിക്കാരൻ. അതൊക്കെ പോട്ടെ. ഞാനൊരു ജോലി തന്നാൽ ആശാന് ചെയ്യാൻ പറ്റുമോ? ഓ, നാളെ മുതൽ എന്റെ വക എല്ലാ കൃഷിസ്ഥലങ്ങളുടെ മേൽനോട്ടം ആശാനാണ്. എന്റെ പൊന്നു കുഞ്ഞെ. എന്തായി കാണിക്കുന്നത്? കൊച്ചു പിള്ളേരെ പോലെ. എഴുന്നേക്ക്. ഇന്ന് മുതൽ ആശാൻ എന്റെ ആളാണ്. ശമ്പളം ഞാൻ പറയുന്നില്ല, ഇഷ്ടമുള്ളത് അങ്ങ് എഴുതിയെടുത്തോണം. എന്താ? ആശാൻ വെക്കൂ. നാളെ രാവിലെ ഇങ്ങ് എത്തിയേക്കണം. ചെല്ല. ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. പരമുവിനെ എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞേ? അടിവാരത്തില്. ഞാനൊന്ന് വരാൻ കുറെ വൈകും. ഒരു പാർട്ടി പാലക്കാട് ട്രിപ്പ് പറഞ്ഞിട്ടുണ്ട്. എത്ര വൈകാലും ഞാനിങ്ങ് എത്തും. ഇതൊക്കെ ഒരു കാര്യം ചെയ്യും, ആ നാണിയമ്മയെ കൂടെ കൂട്ടിന് വിളിച്ചു. ഒന്ന് നിന്നേ, ഏതെങ്കിലും ഒരു വെല്ലി തൊട്ടെ. എന്തിനാ? തൊട്ടെ പറയാം. ഇന്നത്തെ പാലക്കാട് ട്രിപ്പ് ക്യാൻസൽ ആവും. ഓ പിന്നെ, പാതി കാശ് അവർ അഡ്വാൻസ് തന്നതാ. എന്തായാലും ഇന്നത്തെ ട്രിപ്പ് ക്യാൻസൽ. ബെറ്റുണ്ടോ? ആ, ട്രിപ്പ് ക്യാൻസൽ ആയാൽ ഗീത കുഞ്ഞിനൊരു സാരി. ക്യാൻസൽ ആയില്ലെങ്കിലോ? ക്യാൻസൽ ആയില്ലെങ്കിൽ എനിക്കൊരു ബ്ലൗസ് പീസ്. ശരി. അതുള്ളവല്ലോ അല്ലേ? സാരിയുടെ കളർ ഞാൻ പറയട്ടെ, റെഡ്. എവിടെയടി അവൻ? ഗീതക്കുഞ്ഞെ, ഗീതക്കുഞ്ഞെ, ബെറ്റ് ജയിച്ചു കേട്ടാ.
ഒരു വീഡിയോ സ്റ്റാർട്ടാവുന്നില്ല. നമുക്ക് കുറച്ചേരം പിരിക്കാം. വേണ്ട. ഓ, അവരങ്ങ് 6 നക്കരയല്ലേ, നീന്തി കയറാനൊന്നും പോകുന്നില്ല. നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കല്ലേ, വാ കുറച്ചിരിക്കാം. വാ. ഇനി ദൂരം കുറെ ഉണ്ടോ? ഇല്ല, 2-3 ഫർലോങ് കൂടെ കഴിഞ്ഞാൽ ഹിൽ റോഡായി. വല്ല ലോറിയോ മറ്റോ കിട്ടും. നമുക്ക് കുറച്ചേരം ഇരുന്നിട്ട് പോവാം.
Don't kill him. അവനെ കൊല്ലരുത്. എനിക്ക് അവരെ ജീവനോടെ വേണം. I say don't kill him. Johnny, Johnny, no. Johnny, please don't kill him. Don't kill him. I say, Johnny. എന്റെ പണയോടെ ടൈനി മാസ്റ്റർ എന്റെ പണയോടെ അവന്റെ ജോണിയുടെ കയ്യിൽ നീ കള്ളം പറയുന്നു. അല്ല, അന്ന് നാട്ടി വെച്ച് ചാകാൻ നേരത്തും ചിലരെങ്ങനെയാ കള്ളമേ പറയൂ. ഇല്ല, പരമ എന്നോട് കള്ളം പറയില്ല. സത്യം പറയും. എവിടെ എന്റെ പണം? അറിയണമെന്ന് അത്രയ്ക്ക് വാശിയാണെങ്കിൽ പറയാം. പണം എന്റെ കയ്യിലുണ്ട്.